സർജറി ചെയ്തിട്ടും മൂക്കിലെ ദശ അഡിനോയിഡൊക്കെ വീണ്ടും വരുന്നുണ്ടോ? റീസെന്റ് നമ്മളെ സമീപിച്ച ഒരു കുട്ടിയുടെ കേസിൽ 2 തവണ അഡിനോയിഡിന്റെ സർജറി ചെയ്തിട്ടും വീണ്ടും ആ കുട്ടിക്ക് അഡിനോയിഡിന്റെ ബുദ്ധിമുട്ട് വന്നിരിക്കുകയാണ്. മൂക്കിലെ ദശയ്ക്ക് വേണ്ടി സർജറി ചെയ്ത ആളുകൾക്കും വീണ്ടും അത് റിക്കറൻസ് വരുന്നുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ ആണ്. വർഷങ്ങളെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കുമിളകളാണ് ഈ ദശ. അതുപോലെ തന്നെ ഈ അഡിനോയിഡ് വലുതാവുന്നതിന് പ്രധാനപ്പെട്ട കാരണം ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ ഇൻഫ്ലമേഷൻ തന്നെയാണ്. അഡിനോയിഡ് മാത്രമായിട്ട് നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ അത് വീണ്ടും റിക്കറൻസ് വരാനുള്ള സാധ്യത ഉണ്ട്. കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അവിടെ കൺട്രോൾ ആവുന്നില്ല. അത് കൺട്രോൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള അലർജി കൺട്രോൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അലർജിയുടെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കുക. അലർജിയുടെ ഘടകങ്ങൾ ബ്ലഡിൽ കുറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടിന്റെ റിക്കറൻസ് ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ. പെട്ടെന്ന് തന്നെ അലർജി കുറയ്ക്കാനുള്ള മരുന്നുകൾ കഴിച്ചിട്ട് കാര്യമില്ല. അലർജി എന്തുകൊണ്ട് വരുന്നു? നമുക്ക് വ്യക്തിഗത ചികിത്സ ചെയ്യുന്നതിലൂടെ ഒരാളുടെ പേഴ്സണൽ ഹിസ്റ്ററി, അവരുടെ ഫാമിലി ഹിസ്റ്ററി, അതുപോലെ തന്നെ അലർജിയുടെ ഇത്രയും കാലമുള്ള ഹിസ്റ്ററി എല്ലാം നോക്കിയിട്ട് എന്തുകൊണ്ട് അവർക്ക് ആ ബുദ്ധിമുട്ടുകൾ വരുന്നു എന്ന് വ്യക്തമായിട്ട് ഒരു റൂട്ട് കോസ് അനാലിസിസ് ചെയ്യുന്നത് വഴി മാത്രമേ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. സർജറി ചെയ്തിട്ടും വീണ്ടും അഡിനോയിഡിന്റെയും അതുപോലെ ദശയുടെയും ബുദ്ധിമുട്ട് വന്നിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ടിന് ഇന്ന് തന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തോളൂ.